ഹലോ എവ്രി വൺ, വെൽക്കം ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് SSC CGL 2020 ഒരു പേപ്പറാണ്. അതായത് 13th August 2021 കണ്ടക്ട് ചെയ്ത എക്സാമിൻ്റെ ഷിഫ്റ്റ് 2 റീസണിങ് സെക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് പേപ്പറിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. സെലക്ട് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ സയൻസ് ദാറ്റ് ക്യാൻ സീക്വൻഷ്യലി റീപ്ലേസ് ദ സ്റ്റാർ സയൻസ് ആൻഡ് ബാലൻസ് ഇക്വേഷൻ. ഓക്കെ, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ പ്ലേസിൽ നമ്മൾ സ്റ്റാർ സിമ്പിൾസ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ഒരു കുറേ ഓർഡറിൽ തന്നിട്ടുണ്ട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഫസ്റ്റിൽ ഡിവൈഡ് ഇൻറ്റു പ്ലസ് മൈനസ് ഇക്വൽ ടു. ഓക്കെ, ആ ഈ തന്നിരിക്കുന്ന ഏത് ഓപ്ഷൻസിൽ ആ ഓർഡറിലാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആകണമെന്നാണ് ചോദിക്കുന്നത്. ബാലൻസ്ഡ് ആകണമെന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ LHSഉം RHSഉം സെയിം ആയി വരണം, അല്ലെങ്കിൽ അത് സെയിം നേച്ചറിലായിട്ട് വരണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് യൂഷ്വലി നമ്മൾ ജസ്റ്റ് ത്രൂ ഓപ്ഷൻസ് ആണ് ചെയ്യുന്നത്. ഇവിടെയുള്ള ഒരു ട്രിക്ക്, അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവൈഡ് സിമ്പലിൻ്റെ അവിടെ എന്താണ് സംഭവിക്കണമെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഡിവൈഡ് സിമ്പലിൻ്റെ അവിടെ ഒരു ഫ്രാക്ഷൻ വരുവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ ഡിവൈഡ് സിമ്പലിൻ്റെ അവിടെ ഒരു ഫ്രാക്ഷൻ വരുവാണെങ്കിൽ, അതേസമയം LHS റൈറ്റ് സൈഡിൽ ഈക്വൽ ടുവിന് അപ്പുറത്തിരിക്കുന്ന നമ്പർ ഒരു ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്, ഓപ്ഷൻ ഒരു ഈക്വൽ ടുയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും RHSഉം സെയിം തന്നെ ആയിരിക്കണം അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫ്രാക്ഷൻ ആണ് വന്നെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫ്രാക്ഷൻ വരണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്പർ ആണ് വന്നെങ്കിൽ ഒരു ഇൻറ്റീജർ കൗണ്ടബിൾ നമ്പർ, അതായത് ഹോൾ നമ്പർ ആണ് വന്നെങ്കിൽ LHSൽ ഒരു ഹോൾ നമ്പർ വരും. ആ ഒരു ലോജിക്ക് വെച്ച് മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ ഈ ക്വസ്റ്റ്യൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്കറിയാവുന്നത് മറ്റേ ബോർഡ് മാസ് റൂൾ അറിയായിരിക്കുമല്ലോ. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറഞ്ഞാൽ ആ ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ ആ റൂൾ അനുസരിച്ചാണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഫസ്റ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്നാണ് ഓർഡർ. നമ്മൾ 10th പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇതിൽ ഓപ്പറേഷൻസ് എന്താണ് യൂസ് ചെയ്തേക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷനിൽ ഫസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ ഡിവൈഡ് ആണ്. ഫസ്റ്റ് സിമ്പിൾ വന്നേക്കുന്നത് ഡിവൈഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഡിവൈഡ് നോക്കുക, ഡിവൈഡ് ചെയ്യാം. പിന്നെ ഇൻറ്റു ആണ് തന്നേക്കണത്. ഓക്കെ, ഇൻറ്റു ആണ് തന്നേക്കണത്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 30 കിട്ടി അല്ലേ. 30 കിട്ടി. അപ്പോൾ പിന്നെ ഇവിടെ ഈക്വൽ ടു വന്നേക്കുന്നത് ലാസ്റ്റ് ആണ് വന്നേക്കണത്. നോക്കുമ്പോൾ RHSൽ വന്നേക്കണത് ഒരു ഹോൾ നമ്പർ ആണ്. ഇവിടെ അഗെയിൻ ഡിവൈഡ് ഒരു ഫ്രാക്ഷൻ അല്ല തന്നെ, അത് കറക്റ്റായിട്ട് 30 എന്ന് പറഞ്ഞ വാല്യൂ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ സെറ്റ് നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും, ഇത് തെറ്റാണോ ശരിയാണോ എന്നറിയാം. അപ്പോൾ നമുക്കിവിടെ ആ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ നോക്കാം. സോൾവ് ചെയ്യുമ്പോൾ ബോർഡ് മാസ് റൂളിൻ്റെ അനുസരിച്ച്, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷനാണ് ചെയ്യേണ്ടത്. അപ്പം അത് നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. ഇവിടെയാണ് ഡിവിഷൻ വന്നേക്കണത് ഈ ഒരു ഓപ്ഷൻ അനുസരിച്ച് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഡയറക്റ്റായിട്ട് 60 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 30 എന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. പിന്നെ അടുത്ത് വന്നേക്കുന്ന സിമ്പിൾ എന്താണ്, ഇൻറ്റു ആണ് അല്ലേ, ഇൻറ്റു 3. പിന്നെ ഇവിടെ വന്നേക്കുന്നത് എന്താണ്, പ്ലസ് ആണ്, +6 - 5 ഈക്വൽ ടു 43 എന്നാണ് ആ ഫസ്റ്റ് ഓപ്ഷൻ അനുസരിച്ച് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ നമ്മളിത് നോക്കാം, ഇത് 90 ആണ് വന്നേക്കണത്, ഇതെന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. 90 + 1 43 വരില്ലല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ കാരണം ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ LHSൽ 91 കിട്ടി, RHSൽ 43 ആണ്. ഇക്വേഷൻ ബാലൻസ് ആകണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ A അല്ല. ഇനി നമുക്ക് ഓപ്ഷൻ B ആണ് നോക്കാം. ഓപ്ഷൻ ബിയിൽ ഫസ്റ്റ് പ്ലസ് ആണ് വന്നേക്കണം, പിന്നെ ഡിവൈഡ് ആണ് വന്നേക്കണം, പിന്നെ ഇൻറ്റു ആണ് വന്നേക്കണത്. അപ്പോൾ നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുക, ആ ഡിവൈഡിൻ്റെ ആ പാർട്ട് ഫസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 60 + 2 ഡിവൈഡഡ് ബൈ 2/3 എന്ന് വന്നു, ഇൻറ്റു 6 എന്നാണ് വന്നത്, ഇൻറ്റു 6 ഈക്വൽ ടു 5 - 43 എന്നാണ് ഇക്വേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഡിവിഷൻ സിമ്പിളിൻ്റെ ഫ്രാക്ഷൻ വന്നത് ഇങ്ങനെ കട്ടായി പോകും. അപ്പോൾ അവിടെ പ്രശ്നം വരില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ 60 + 4 ആണ് വന്നേക്കണത്, ഒരു പോസിറ്റീവ് നമ്പറാണ് വന്നേക്കണത്. ഇവിടെ നോക്കുക, നെഗറ്റീവ് നമ്പറാണ് വന്നേക്കണത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്ലസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റൈറ്റ് വേ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാം. കാരണം ഇവിടെ നെഗറ്റീവാണ് വന്നത്, ഇവിടെ എന്തായാലും പോസിറ്റീവ് വരുള്ളൂ, ഒരിക്കലും നെഗറ്റീവ് വരില്ല, കാരണം അവിടെ ഒരു സബ്സ്ട്രാക്ഷൻ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഓപ്ഷനും അല്ല നമ്മുടെ ആൻസർ. ഇനി അടുത്ത ഓപ്ഷൻ നോക്കാം, തേർഡ് ഓപ്ഷൻ. ഇനി ബിറ്റ്വീൻ C ആൻഡ് D എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് നോക്കിയാൽ മതി, അതായിരിക്കും ആൻസർ. അതിൽ കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ മറ്റേ D ആയിരിക്കും ആൻസർ, അത് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ ആയിരിക്കും ആൻസർ. അപ്പോൾ നമുക്ക് അഗെയിൻ അടുത്ത സെറ്റ് ഓപ്ഷൻ C ഇട്ട് നോക്കാം. ഓപ്ഷൻ സിയിലും അഗെയിൻ നേരത്തെ വന്ന പോലെയാണ്, ഇവിടെ നെഗറ്റീവ് സിമ്പിൾ വന്നിട്ടുണ്ട് ഈക്വൽ ടു കഴിഞ്ഞിട്ട് അല്ലേ. അതായത് ഇപ്പോൾ ഇങ്ങനെ വരും, ഡിവൈഡ് സിമ്പിൾ വന്നിട്ടുണ്ട്, 60 ഡിവൈഡ് ബൈ
2 ആണ് വന്നത് അല്ലേ. ഇത് നമുക്ക് എഴുതുന്നതിന് മുന്നേ ഡയറക്റ്റായിട്ട് ചെയ്യാം, കാരണം ബോർഡ് മാസ് അനുസരിച്ച് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഡിവിഷനാണ്. അപ്പോൾ നമുക്കത് രണ്ടാമത് എഴുതി വെക്കണമെന്നില്ല. അപ്പോൾ 30 വന്നു. 30 പ്ലസ് 3 എന്നാണ് വന്നത്. സെക്കൻഡ് ഡിവിഷൻ ഇവിടെ അല്ല വന്നത്, പ്ലസ് 3 വരും. ഓക്കെ, പിന്നെ എന്താണ് ഇൻറ്റു 6 എന്ന് വരും. ഓക്കെ, പിന്നെ ഇക്വൽ ടു വന്നു. പിന്നെ അഗെയിൻ 5 മൈനസ് 43 എന്ന് വന്നു. ഈ 5 മൈനസ് 43 വരപ്പോൾ തന്നെ നമുക്ക് ഇത് ഫർദറായിട്ട് ചെയ്ത് നോക്കേണ്ട, അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് നെഗറ്റീവ് നമ്പറായി മാറി. പക്ഷേ ഇവിടെ എന്തായാലും പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി യു എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ആ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്ത് നോക്കാം കറക്റ്റ് ആണെന്ന് കിട്ടാം. പക്ഷേ ഒറിജിനൽ എക്സാമിന് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കുമ്പോൾ എന്ത് വരും? ഡിവൈഡ് സിമ്പിളാണ് ഫസ്റ്റ് വന്നേക്കണത്. അപ്പോൾ ഇവിടെ ഡിവൈഡ് വരും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാം. 30 എന്ന് തന്നെ വന്നു. പിന്നെ പ്ലസ് സിമ്പിളാണ് വന്നേക്കണത്, പ്ലസ് 3 വന്നു. പിന്നെ ഇൻറ്റു ആണ് വന്നേക്കണം, ഇൻറ്റു 6 വന്നു. പിന്നെ മൈനസ് ആണ് വന്നേക്കണം, അപ്പോൾ മൈനസ് 5 വന്നു. ഇസ് ഇക്വൽ ടു എന്നാണ് വന്നേക്കണത്. ഇസ് ഇക്വൽ ടു 43 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് 30 ആണ്, ഇത് 18 ആണ് അല്ലേ. അപ്പോൾ 30 പ്ലസ് 18 എന്ന് പറഞ്ഞാൽ 48 കിട്ടും. 48 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 43 തന്നെയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷൻ ബാലൻസ്ഡ് ആയി, എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം വാല്യൂ കിട്ടി അല്ലേ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും. സെലക്ട് ദ ഓപ്ഷൻ ഇൻ വിച്ച് നമ്പേഴ്സ് ആർ റിലേറ്റഡ് ഇൻ ദ സെയിം വേ ആസ് ആർ ദ നമ്പേഴ്സ് ഇൻ ദ ഫോളോയിങ് സെറ്റ്. ഓക്കെ, ഈ സെറ്റിലെ നമ്പേഴ്സ് എങ്ങനെയാണോ റിലേറ്റഡ് ആയിരിക്കണം, സിമിലർലി ഓപ്ഷൻസിൽ ഏത് സെറ്റാണ് എന്നാണ് ചോദിക്കുന്നത്. സിമിലർ റിലേഷനുള്ള സെറ്റ് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 24, 10, 392 എന്നാണ് തന്നേക്കണത്. അപ്പോൾ 24നെ 10നെ സംഭവം നമുക്ക് 392 ആയിട്ട് റിലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മേ ബി ഓക്കെ 24ൻ്റെ എന്തെങ്കിലും മൾട്ടിപ്പിൾ ആണോ അങ്ങനെ നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 24ൻ്റെ കറക്റ്റ് മൾട്ടിപ്പിൾ അല്ല. പിന്നെ 10 ഇത് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് 24ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. അല്ലെങ്കിൽ 10ഉം 24ഉം ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് അത് മൾട്ടിപ്പിൾ ആണോ നോക്കുക. അങ്ങനെ എല്ലാം ചെയ്ത് വരപ്പോൾ ഈ ക്വസ്റ്റനിൽ കിട്ടില്ല. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ പോസിബിലിറ്റി ഈ നമ്പർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ നമ്പർ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഐ മീൻ ഡിഫറൻസ് എടുത്ത് നോക്കുക. 24 മൈനസ് 10 എന്ന് പറഞ്ഞാൽ 14 അല്ലേ. 14 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. 392 14ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി എന്ത് ചെയ്യണം, 392 14 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. 14 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 228. ഓക്കെ, 14 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ 28 നമുക്ക് കിട്ടും അല്ലേ. അതായത് ഈ 392 എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, 14 ഇൻറ്റു 28 ആണ് 392 നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ബേസിക്കലി ഈ ഫസ്റ്റ് 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് 392. ആ എന്താണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫാക്ടർ എന്താണെന്ന് നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിച്ചു. അപ്പോൾ ഈ ഫാക്ടറിൻ്റെ പെക്യുലാരിറ്റി എന്താ, ഈ 14ൻ്റെ 2 ടൈംസ് ആണ് ഈ 28 എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഈ ഒരു ലോജിക്ക് നമുക്ക് ഓപ്ഷൻസിൽ എവിടെയെങ്കിലും കിട്ടണ്ടോ നോക്കാം. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ട്രൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, ഫസ്റ്റ് ഓപ്ഷൻ ട്രൈ ചെയ്യുമ്പോൾ 29ഉം 18ഉം ഡിഫറൻസ് എത്രയാണ് വന്നേക്കണത്, ഡിഫറൻസ് വന്നേക്കണത് 11 അല്ലേ. ഡിഫറൻസ് വന്നേക്കണത് 29 മൈനസ് 18 എന്ന് പറഞ്ഞാൽ 11. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതാണ് ഡിഫറൻസ് ഇൻറ്റു ഡിഫറൻസിൻ്റെ 2 ടൈംസ്. ഡിഫറൻസിൻ്റെ 2 ടൈംസ് 22 ആണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ എത്ര വരും, 2 4 2. ഓക്കെ, നോക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ അത് കറക്റ്റായി വരുന്നുണ്ട് ആ ലോജിക്ക്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇതാണ് ഈ ക്വസ്റ്റിന് വന്നേക്കണ പാറ്റേൺ. ആ ഡിഫറൻസിൻ്റെ സം മൾട്ടിപ്പിൾ ആയിരിക്കും നമ്മുടെ ആൻസർ എന്നുള്ളത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നോക്കാം. 4 നമ്പർ പെയർസ് ഹാവ് ബീൻ ഗിവൺ ഔട്ട് ഓഫ് വിച്ച് 3 ആർ അലൈക്ക് ഇൻ സം മാനർ ആൻഡ് 1 ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഓഡ് 1 ഔട്ട് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അഗെയിൻ നോക്കാം. 12ഉം 432 ആണ്, 13 506 ആണ്, 8 192 ആണ്, 7 147 ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് 12ൻ്റെ എന്തെങ്കിലും മൾട്ടിപ്പിൾ ആണ് 432 എന്ന് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, 432 ഡിവൈഡ് ബൈ 12 ചെയ്ത് നോക്കാം. 12 അപ്പോൾ 3 ടൈംസ് വന്നു. ഓക്കെ, ആൻഡ് 6. ഓക്കെ, 36 കിട്ടി. അതായത് 12 ഇൻറ്റു 36 ആണ് നമുക്ക് 432 എന്ന് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 36ൻ്റെ പെക്യുലാരിറ്റി എന്താ, അതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പറിൻ്റെ 3 ടൈംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് 12 ഇൻറ്റു 3 ആണ് ഇവിടെ വന്നത്. സിമിലർലി നമുക്ക് താഴെയുള്ള ഓപ്ഷൻസിൽ അങ്ങനെയാണോ വർക്കൗട്ട് ആക്കണേ നോക്കാം. ഇത് നോക്കപ്പോൾ 13 ഇൻറ്റു 3 ടൈംസ് പറയുമ്പോൾ 39 ആണ് ചെയ്യേണ്ടത്. 13 ഇൻറ്റു 39 ചെയ്യുമ്പോൾ എന്താണ് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ 3ഉം 9ഉം മൾട്ടിപ്ലൈ ചെയ്യുക ഫസ്റ്റ്. അപ്പോൾ എത്ര വരും, 27 വരും. 2 ക്യാരി വരും. പിന്നെ ഇത് 2 മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 9 വരും. പിന്നെ ഈ 1ഉം 9ഉം ആഡ് ചെയ്യുക, അപ്പോൾ 18 വരും. 18 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 20 വരും. അഗെയിൻ 2 വരും.
പിന്നെ 1ഉം 3 മൾട്ടിപ്ലൈ 3 വരും 507 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 507 ആണ്. പക്ഷേ നമ്മുടെ ഓപ്ഷൻസ് ഇവിടെ തന്നേക്കുന്നത് 506 ആണ്. 1 ലെസ് ദാൻ ദാറ്റ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറെൻറ്റ് ലോജിക്കായി ഓൾറെഡി. ഇനി നമുക്ക് അഗെയിൻ ഇത് നോക്കാം. ഇതെന്ന് പറയുമ്പോൾ അഗെയിൻ ഫസ്റ്റ് നമ്പർ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഫാക്ടർ എന്നാണ് 3 ടൈംസ് ദി ഫസ്റ്റ് നമ്പർ, അതായത് 24 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 160 പ്ലസ് 32 എന്ന് വരും, അത് 192 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്ഷൻ സിയിലും ഓപ്ഷൻ എയിലും സിമിലർ ലോജിക്കാണ്. അതായത് ഫസ്റ്റ് നമ്പർ ഇൻറ്റു 3 ടൈംസ് ഫസ്റ്റ് നമ്പർ ആണ് നമ്മുടെ ഈ തന്നിരിക്കുന്ന സെക്കൻഡ് നമ്പർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഒബ്വിയസ്ലി ഓപ്ഷൻ ബി ആയിരിക്കും. ഓപ്ഷൻ ഡി നിങ്ങൾ ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫോൾഡിങ് ആൻഡ് ഫോൾഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ദ സീക്വൻസ് ഓഫ് ദ ഫോൾഡിങ് of a piece of paper and the manner in which the folded paper has been cut is shown in the following figure. How would this paper look when unfolded എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പേപ്പർ ഉണ്ട്, അതിന് ഫോൾഡ് ചെയ്യണ സീക്വൻസ് തന്നിട്ടുണ്ട്. ഇത് വൺസ് അൺഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏത് പാറ്റേണിലാണ് വന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ പ്രീവിയസ് സെഷൻസിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന്. നമ്മൾ പറയണത് എന്ന് പറഞ്ഞാൽ അൺഫോൾഡ് ചെയ്യുന്ന പാർട്ടിൽ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് പാർട്ടിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. അതായത് നമ്മൾ അവസാനം അൺഫോൾഡ് ചെയ്യണത് ഫൈനൽ ഫോൾഡിനല്ലേ. ഫൈനൽ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ടാണ്, കണ്ട് ഈ ഒരു ഫോൾഡാണ്, എന്നിട്ടാണ് പഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങോട്ട് അൺഫോൾഡ് ചെയ്യുക. ഇങ്ങോട്ട് അൺഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഫോം ചെയ്യണ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും. ഇവിടെ മിറർ വെച്ച് എങ്ങനെയാണോ അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും മുകളിൽ ഫോം ചെയ്യണത്. അപ്പോൾ മിറർ ഇമേജ് നമ്മൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് മിററിന് അടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് മിററിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. ഇമേജ് ഫോം ചെയ്യപ്പെടുക അടുത്ത് തന്നെ ആയിരിക്കും. അതായത് ഈ സർക്കിള് ഈ മിറർ ഇവിടെ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഇവിടെ വന്നത്. ഇതെത്ര ഡിസ്റ്റൻസ്? ഇതിവിടെ ആയിരിക്കും, ഇത് ഈ മുകളിലായിരിക്കും. പിന്നെ ഈ സർക്കിൾ ഇതിൻ്റെ ഇവിടത്തെ പോലെ നടുക്ക് വരും. അപ്പോൾ നമുക്ക് വന്നേക്കുന്ന പാറ്റേൺ ഇതാണ്. ഇവിടെ അടുത്തൊരെണ്ണം വരും, നടുക്കൊരെണ്ണം വരും, ഇവിടെ തന്നെ ഒരു സ്ക്വയറിൻ്റെ സിമ്പിൾ ഒരു കട്ടും വരും. ഓക്കെ, ഇതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ സിമിലർ പാറ്റേൺ എവിടെയാണ് ഫോം ചെയ്തേക്കണം നോക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും പാർട്ട് കണ്ടുപിടിച്ചുള്ളൂ. ഓക്കെ, ഈ നടുക്ക് പാട്ട് മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. ഓക്കെ, വേറെ ഒരു പാട്ട് കണ്ടുപിടിച്ചില്ല. അപ്പോൾ നമുക്ക് ഈ റൈറ്റ് സൈഡ് മാത്രം ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, നമുക്ക് റൈറ്റ് സൈഡ് മാത്രം കമ്പയർ ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് വന്നത്? 2 കട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നടുക്കൊരു ഡോട്ട് ഒരു സർക്കിൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോയിന്റിലാണ് ഇങ്ങനെയാണ് 2 എണ്ണം വന്നേക്കുന്നത്. പക്ഷേ ഈ ഓപ്ഷനിൽ അങ്ങനെയല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തതിൽ എന്താണ് പ്രശ്നം? ഈ ഒരു പാർട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് ഒരു സർക്കിൾ വരേണ്ടത്. ഇവിടെ 2 വന്നേക്കുന്നത് കറക്റ്റാണ്, ഇവിടെ അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഓപ്ഷൻ ബി നോക്കാം. ഓപ്ഷൻ ബിയിൽ ഇവിടെയാണ് വന്നേക്കുന്നത്. ഇവിടെ 2 വന്നിട്ടുണ്ട്, നടുക്ക് ഈ സ്ക്വയർ കട്ടിന് അടുത്ത് വന്നിട്ടുണ്ട്, ഈ സ്ക്വയർ കട്ടിന് അടുത്ത് വന്നിട്ടുണ്ട്, ഇവ 2 സ്ക്വയർ കട്ട്. അപ്പോൾ ഇത് കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി ഈ ഓപ്ഷനോട് ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഈ 2 ഓപ്ഷനും വേണ്ടി കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം ബി ആണോ ഡി ആണോ ആൻസർ എന്നുള്ളത്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, സോറി, ഈ നടുക്ക് വന്നേക്കണ കട്ടെന്ന് പറയുന്നത് ഒരു ഹെക്സഗൺ ആണ്. ഇങ്ങനത്തെ ഒരു കട്ടാണ് വന്നേക്കണത് അല്ലേ. പക്ഷേ ഈ ഒരു കട്ട് ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അതേസമയം ഇവിടെ വന്നേക്കണ ഒരു സർക്കുലർ കട്ടാണ് വന്നേക്കണത്. അപ്പോൾ ഈ മിഡിലിൽ വന്ന കട്ടെന്ന് പറഞ്ഞ ഈ മിഡിലിൽ വന്നേക്കുന്ന കട്ട് ഒരു ഡയമണ്ട് അല്ല, സോറി, ഹെക്സഗണൽ ഷേപ്പ് ആയിരിക്കണം. ഇത് സർക്കുലർ ആയിരിക്കണം. പക്ഷേ ഈ ഓപ്ഷൻ ബിയിൽ വന്നേക്കണമെന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇവിടെ ഉള്ളത് മറ്റേ ഹെക്സഗണൽ കട്ടും പഞ്ചും, ഇവിടെ വന്നേക്കുന്ന സർക്കിൾ പഞ്ചുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മുടെ തെറ്റായിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഇവിടെ പഞ്ച് ചെയ്ത സ്ഥലത്ത് ഞാൻ നോട്ട് ചെയ്തില്ലായിരുന്നു. ഇവിടെ ഒരു ഡയമണ്ട് ഷേപ്പിലെ കട്ടാണ് വന്നേക്കുന്നത്, ഇവിടെ സർക്കുലർ കട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളത് അൺഫോൾഡ് ചെയ്യപ്പോഴും സിമിലർ രീതിയിലായിരിക്കും വന്നേക്കുന്നത്. ഈ നടുക്ക് വരാൻ പോണത് ഡയമണ്ട് അല്ല ഹെക്സഗണൽ ഷേപ്പുള്ളൊരു കട്ടും ഇവിടെ ഒരു സർക്കുലർ കട്ടുമായിരിക്കും വന്നേക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്തേക്കുന്നത് ഈ ഓപ്ഷൻ ഡി മാത്രമേ ഉള്ളൂ. കണ്ട, സർക്കിൾ ഡയമണ്ട്. ബാക്കി എല്ലായിടത്തും വേറെ പല ഇഷ്യൂസാണ്. ഇവിടെ വന്നേക്കുന്നത് കട്ട് സ്വിച്ച് ആയിപ്പോയി. ഇവിടെ വന്നേക്കുന്ന കട്ട് ഡയമണ്ട് ഷേപ്പും ഇവിടെ വന്നേക്കുന്ന സർക്കുലർ ഷേപ്പായി. അതാണ് ഓപ്ഷൻ ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ സിലോഗിസത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ പ്രീവിയസ്ലി ചെയ്തിട്ടുള്ളതാണ് കുറേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വെൻ ഡയഗ്രം വരക്കാം. വെൻ ഡയഗ്രം എങ്ങനെ വരും? ഓൾ ഡയറക്ടേഴ്സ് ആർ ആക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ സെറ്റ് ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡയറക്ടേഴ്സും ആക്ടേഴ്സാണ്. അതായത് ആക്ടേഴ്സിൻ്റെ സെറ്റിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കണം ഡയറക്ടേഴ്സിൻ്റെ സെറ്റ്. ഓക്കെ, അടുത്ത സ്റ്റേറ്റ്മെൻറ്റോ നോ ആക്ടർ ഇസ് എ പ്രൊഡ്യൂസർ. ഓക്കെ, നോ ആക്ടർ ഇസ് എ പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഈ ആക്ടറിൻ്റെ സെറ്റ്
പ്രൊഡ്യൂസറിൻ്റെ സെറ്റ് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ എലമെൻറ്റ്സ് കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്ന് എക്സ്പ്ലിസിറ്റ്ലി നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു സെറ്റും ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഒരു എലമെൻറ്റും ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് റിലേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഓൾ കൊറിയോഗ്രാഫേഴ്സ് ആർ ഡയറക്ടേഴ്സ്. ഓക്കെ, അതായത് കൊറിയോഗ്രാഫേഴ്സ് എല്ലാവരും ഡയറക്ടേഴ്സ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, കൊറിയോഗ്രാഫേഴ്സിൻ്റെ സെറ്റ് നമ്മൾ ഈ ഡയറക്ടേഴ്സിൻ്റെ സെറ്റിൻ്റെ ഉള്ളിൽ വരക്കണം. അതാണ് ഇപ്പോൾ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഡയറക്ടേഴ്സിൻ്റെ സെറ്റിൽ ഉള്ളിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ വെൻ ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഇനി കൺക്ലൂഷൻസ് നോക്കാം. നോ കൊറിയോഗ്രാഫർ ഇസ് എ പ്രൊഡ്യൂസർ. ഓക്കെ, കൊറിയോഗ്രാഫറിൻ്റെ സെറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റ് അല്ലേ, അപ്പോൾ ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ളൊന്നും ഇതിലോട്ട് റിലേറ്റഡ് അല്ലല്ലോ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ഇനി അടുത്ത് നോക്കാം. സം ആക്ടേഴ്സ് ആർ കൊറിയോഗ്രാഫേഴ്സ്. ഓക്കെ, ആക്ടേഴ്സിൻ്റെ സെറ്റ് ഇത്, കൊറിയോഗ്രാഫേഴ്സിൻ്റെ സെറ്റ് ഇത് അല്ലേ. അപ്പോൾ ആക്ടേഴ്സും സെറ്റ് കോമൺ, സം ആക്ടേഴ്സ് ആർ കൊറിയോഗ്രാഫർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി. കൊറിയോഗ്രാഫേഴ്സിൻ്റെ സെറ്റിൽ കുറച്ച് എലമെൻറ്റ്സ് മറ്റേ ആക്ടേഴ്സിൻ്റെ സെറ്റിലുണ്ടോ, ഉണ്ട് അല്ലേ, എല്ലാം എലമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് പറയാം, കറക്റ്റാണെന്ന് പറയാം. സം ആക്ടേഴ്സ്, ഇത്രയും പാട്ടിലുള്ള ആക്ടേഴ്സ് കൊറിയോഗ്രാഫേഴ്സ് ആണെന്നുള്ള പറയാം. പിന്നെ അടുത്ത നോ ഡയറക്ടർ ഇസ് എ പ്രൊഡ്യൂസർ. ഓക്കെ, ഡയറക്ടറിൻ്റെ സെറ്റ് ഇത്, അത് പ്രൊഡ്യൂസറായിട്ട് പ്രൊഡ്യൂസറിൻ്റെ സെറ്റിൽ ഇല്ല എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രൊഡ്യൂസർ എന്നാണ് പറയുന്നത്. അതും കറക്റ്റാണ്. കാരണം എന്താണ്, ഈ സെറ്റിൻ്റെ ഉള്ളിലുള്ള ഒന്നും ഈ സെറ്റിലില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഈ സെറ്റിൻ്റെ ഉള്ളിലല്ല ഈ ഡയറക്ടേഴ്സിൻ്റെ സെറ്റ് ഉള്ളത്. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ സെറ്റിലുള്ളവർ പ്രൊഡ്യൂസറിലോട്ട് റിലേറ്റഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺക്ലൂഷൻ കറക്റ്റായി. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്, ഓൾ കൺക്ലൂഷൻസ് ഫോളോ എന്നാണ് നമ്മുടെ ആൻസർ. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മ്യൂസീഷ്യൻസ് ഫീമെയിൽസ് ആൻഡ് ഡോട്ടേഴ്സ് എന്നുള്ള സെറ്റാണ്. ഇതിൻ്റെ വെൻ ഡയഗ്രം വരക്കാനാണ് ചോദിച്ചേക്കുന്നത്. വെൻ ഡയഗ്രം നമ്മൾ അങ്ങനെ വരക്കും. ഫസ്റ്റ് മ്യൂസീഷ്യൻസിൻ്റെ സെറ്റ് ഇത്, മ്യൂസീഷ്യൻസിൻ്റെ സെറ്റ്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ചോദിച്ചു നോക്കുക, ജസ്റ്റ് റിലേഷൻ ആലോചിച്ച് നോക്കുക. മ്യൂസീഷ്യൻസ് വെൻ ഡയഗ്രം മൂന്ന് രീതി വരും. ഫസ്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റ്സ് റിലേറ്റഡ് അല്ലാത്തൊരു കേസ് വരും. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പാർഷ്യൽ ഓവർലാപ്പിൻ്റെ കേസ് വരും. തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിൻ്റെ ഉള്ളിൽ വേറെ സെറ്റ് എന്നുള്ള രീതി വരും. ഇതാണ് മൂന്ന് കേസ്. അപ്പോൾ നമുക്കതിൽ ഏത് കേസസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് വരക്കാം. മ്യൂസീഷ്യൻസിൻ്റെ സെറ്റ് ഇത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫീമെയിൽസിൻ്റെ സെറ്റാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഫീമെയിൽസിൻ്റെ സെറ്റ് വരക്കണതിന് പിന്നെ നമ്മൾ ജസ്റ്റ് ചോദിക്കാം, ഓൾ ഫീമെയിൽസ് ആർ മ്യൂസീഷ്യൻസ്. അങ്ങനെ ആ ഒരു കേസാണോ എന്ന്. അങ്ങനെ ആകാൻ ചാൻസ് ഇല്ല. സം ഫീമെയിൽസ് മേ നോട്ട് ബി മ്യൂസീഷ്യൻസ്. പക്ഷേ നോ മ്യൂസീഷ്യൻ ആസ് എ ഫീമെയിൽ നമുക്ക് പറയാൻ പറ്റും, അതും പറയാൻ പറ്റില്ല. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സം ഫീമെയിൽസ് ആർ മ്യൂസീഷ്യൻസ് ഓർ സം മ്യൂസീഷ്യൻസ് ആർ ഫീമെയിൽസ്. അതായത് ഈ രണ്ട് സെറ്റ് തമ്മിൽ നമ്മളൊരു പാർഷ്യൽ ഓവർലാപ്പ് വരച്ചാൽ മതി. പാർഷ്യൽ ഓവർലാപ്പ് വരച്ചു, ഫീമെയിൽസിൻ്റെ സെറ്റ് ഇത്. ഇനി ഫീമെയിൽസും ഡോട്ടേഴ്സും തമ്മിൽ. ഓക്കെ, അപ്പോൾ എഗെയിൻ നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മൾ നേരത്തെ ചെയ്തില്ല, അതുപോലെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം സെറ്റ്സ് തമ്മിൽ എങ്ങനെയാണ് റിലേറ്റഡ് ആണെന്ന് അറിയാനാണ്. അപ്പോൾ സം ഫീമെയിൽസ് ആർ ഡോട്ടേഴ്സാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. ഫീമെയിൽസിൻ്റെ ഉള്ളിലുള്ള സെറ്റെല്ലാം ഡോട്ടേഴ്സ് ആണോ നോക്കാം. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ്, അതെ, എല്ലാം ഫീമെയിൽസും സമ്മൺസ് ഡോട്ടർ ആയിരിക്കുമല്ലോ. സിമിലർലി നമ്മൾ തിരിച്ചും ചോദിച്ചു നോക്കാം, ഓൾ ഡോട്ടേഴ്സ് ആർ ഫീമെയിൽസ് ആണോ നോക്കാം. ഓക്കെ, എല്ലാം ഡോട്ടേഴ്സും ഓക്കെ ഫീമെയിൽസ് ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സെറ്റല്ലേ, ഫീമെയിൽസിൻ്റെ സെറ്റും ഡോട്ടേഴ്സിൻ്റെ സെറ്റും കോമൺ ആണെന്നാണ് മീനിങ് അല്ലേ. കോമൺ ആണെന്നാണ് മീനിങ്. കാരണം ഫീമെയിൽസും ഡോട്ടേഴ്സും ലൈക്ക് സെയിം ആയിട്ടാണല്ലോ വന്നത്, സെയിം ആൾക്കാരായിരിക്കും ആ സെറ്റ്സ് തമ്മിലുള്ള. നമുക്ക് കോമൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ വെൻ ഡയഗ്രം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മ്യൂസീഷ്യൻസിൻ്റെ സെറ്റ് ഇതാണ്, സം മ്യൂസീഷ്യൻസ് ആർ ഫീമെയിൽസ് ആൻഡ് സം മ്യൂസീഷ്യൻസ് ആർ ഡോട്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരും. പക്ഷേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ ഒരു രീതിയിൽ എവിടെ ഇല്ല. നോക്ക്, കണ്ടോ, ഇവിടെ ഇങ്ങനെയാണ് വന്നേക്കണം. ഇവിടെ ഇപ്പോൾ ഇത് ഡോട്ടറായിട്ട് എടുത്താൽ, ഇത് ഫീമെയിൽസ് ആയിട്ട് എടുത്താൽ, ഇത് മ്യൂസീഷ്യൻസ്, ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ തന്നേക്കണത്. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഈ രണ്ട് സെറ്റ്സ്, ഡോട്ടേഴ്സിൻ്റെ സെറ്റും ഫീമെയിൽസിൻ്റെ സെറ്റും ഒരുമിച്ചാണ് വരുന്നത്. കാരണം ഓൾ ഫീമെയിൽസ് ആർ ഡോട്ടേഴ്സ് ആൻഡ് ഓൾ ഡോട്ടേഴ്സ് ആർ ഫീമെയിൽസ്. അപ്പോൾ നമുക്ക് ആ ഓവർലാപ്പ് ചെയ്യണ ഒരു സെറ്റാണ് അത് ആക്ച്വലി വരേണ്ടത്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് ഇങ്ങനെയാണ്. ഹവർ ഔട്ട് ഓഫ് ഓൾ ദി ഓപ്ഷൻസ്, എല്ലാ ഓപ്ഷൻസ് ചെയ്തും ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എ ആണ്. അതാണ് നമുക്ക് ഓപ്ഷൻ എ തൽക്കാലം എക്സാമിന് മാർക്ക് ചെയ്യാം. പക്ഷെ അത് ലോജിക്കലി എന്തോ ഒരു എറർ ഉണ്ട് ഇങ്ങനെ വരക്കണതിൽ. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്ക് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ എ ആയത് കാരണം നമുക്ക് ഓപ്ഷൻ എ ചൂസ് ചെയ്യാം. ബാക്കിയൊന്നും കറക്റ്റായിട്ട് വരില്ല. ആലോചിച്ചാൽ മനസ്സിലാവും. ഇതാണ് നമ്മൾ നേരത്തെ വരച്ചത്. പക്ഷേ ഈ രണ്ട് സെറ്റ്സും സെയിം ആയിട്ടാണ് വരച്ചത്, ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരച്ചത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ലെറ്ററിൻ്റെ സീരീസാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഇവിടെ വന്നേക്കുന്ന സീക്വൻസ് ഇവിടെ വന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഏതെങ്കിലും പാർട്ട് ഇവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക.
എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള സാധനം നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ TLG എന്ന് പറഞ്ഞ വേർഡ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ ആ സീക്വൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ TLGന് ജസ്റ്റ് മുന്നേ എന്താ വന്നേക്കണം, H ആണ്. അപ്പോൾ ഇവിടെയും H ആയിരിക്കും. ഓക്കെ, നമുക്ക് ഈ സെക്കൻഡ് പൊസിഷനിൽ H കിട്ടി. ഇനി നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇവിടെ CHTLG എന്ന് വന്നിട്ടുണ്ട്, ഇവിടെ CHTLG എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ ഈ CHന് തൊട്ട് മുന്നേ എന്താണ് വന്നത്, G അല്ലേ വന്നത്, അപ്പോൾ ഇവിടെ G എന്ന് വന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബ്ലാങ്കിൽ G എന്ന് കിട്ടി. അപ്പോൾ തന്നെ ഓപ്ഷൻ സി ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഓപ്ഷൻ സി നോക്കുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം, ബിറ്റ്വീൻ ദീസ് ടു ഓപ്ഷൻ ആണ്. സെക്കൻഡ് ബ്ലാങ്കിൽ H ആണ് വന്നേക്കണം. ഇനി നമ്മൾ ജസ്റ്റ് ഈ കിട്ടിയ പാറ്റേൺ നോക്കാം, LGCHT എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും പാറ്റേൺ നോക്ക്. ഈ LGCHT എന്ന് പറഞ്ഞ പാറ്റേൺ ആണ് ഈ ഒരു സീക്വൻസിൽ റിപ്പീറ്റ് ആയിരിക്കണത്. ഓക്കെ, LGCHT, LG, അപ്പോൾ അടുത്ത് C ആയിരിക്കും, HT. അപ്പോൾ തേർഡ് ബ്ലാങ്ക് എന്തായിരിക്കണം, C ആയിരിക്കണം. അതിവിടെ അങ്ങനെ തന്നെയാണ് തന്നേക്കണത്. പിന്നെ നോക്കാം LGCHT, അപ്പോൾ അടുത്ത് എന്തായിരിക്കും, LGCHT. അപ്പോൾ അടുത്ത ബ്ലാങ്ക് വന്നത് L ആയിരിക്കണം വന്നത്. ഇവിടെ H ആണ് വന്നേക്കണത്, ഇവിടെ L തന്നെയാണ് വന്നേക്കണത്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ C ആയിരിക്കും. നോക്കാം, പിന്നെ ഇവിടെ CH അല്ലേ വന്നത്, CHT, LGCHT എന്നാണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഓപ്ഷൻ C കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫിക്സഡ് ലെങ്ത് ഉള്ള പാറ്റേൺ ഇല്ലേ, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തേക്കണതാണ്. എന്നിട്ട് അതിൽ ചില ലെറ്റേഴ്സ് ബ്ലാങ്ക് ആക്കുക, അല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളത് ഗസ് ചെയ്യണം, ആ ബ്ലാങ്ക്സ് ഗസ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ ചെയ്താൽ മതി, ജസ്റ്റ് കമ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫിക്സഡ് ലെങ്ത് ഉള്ള റിപ്പീറ്റിംഗ് സീക്വൻസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ബാക്കിയെല്ലാം ഫില്ല് ചെയ്ത് പോകാം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി 8th ക്വസ്റ്റ്യൻ എംബഡഡ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എംബഡഡ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് എംബഡഡ് എന്നാണ് ചോദിക്കുന്നത്. എംബഡഡ് എന്ന് പറഞ്ഞാൽ ഹിഡൻ ആയിട്ടുള്ളത്. അതായത് ഈ ഓപ്ഷനിലുള്ള എല്ലാം കറക്റ്റായിട്ടുള്ള ആൻസർ, ഈ ഓപ്ഷൻസിലുള്ള കറക്റ്റായിട്ടുള്ള ആൻസറിൻ്റെ എല്ലാ ഭാഗവും ഇതിലുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ ഹിഡൻ ആയിരിക്കണം. എക്സ്ട്രാ ലൈൻസ് ഒന്നും പാടില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ എ നോക്കുക. ഓപ്ഷൻ എ നോക്കുമ്പോൾ ഒരു സ്ലാൻഡഡ് ലൈൻ ഇങ്ങനെയുണ്ട്, എഗെയിൻ ഒരു സ്ലാൻഡഡ് ലൈൻ ഇങ്ങനെയുണ്ട്. അപ്പോൾ രണ്ട് പാരലൽ സ്ലാൻഡഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അത് ഈ ഫിഗറിലുണ്ടോ നോക്കുക. ഈ ഫിഗറിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, പിന്നെ വേറെ എവിടെ ഇല്ല. അപ്പോൾ ഈ ഓപ്ഷൻ എന്തായാലും തെറ്റാണ്. കാരണം ക്വസ്റ്റനിൽ പറയുന്നത് റൊട്ടേഷൻ നോട്ട് അലൗഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ലാൻഡ് ലൈൻ ആണെങ്കിൽ അതിന് സിമിലറായിട്ട് വേറെ സ്ഥലത്ത് സ്ലാൻഡ് ലൈൻ വേണം, പക്ഷെ അത് ഈ ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സിയിൽ ഓക്കെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, പിന്നെ സെക്കൻഡ് ഇങ്ങനെ ഒരു ലൈനും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈൻ ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പാർട്ടിൽ പോയാണ് ഇങ്ങനെ മീറ്റ് ചെയ്യണത്. പക്ഷെ നമ്മുടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യണത് ഒരു വെർട്ടിക്കൽ ലൈനിലാണ്, അല്ലാതെ ഈ ഹൊറിസോണ്ടൽ ലൈനിലല്ല. അപ്പോൾ ഈ ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഇനി ഓപ്ഷൻ ഡി നോക്കാം. ഓപ്ഷൻ ഡി നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഡിയിൽ രണ്ട് ലൈൻ ഇങ്ങനെ വന്നിട്ടില്ലേ, ആ ലൈൻ ഇവിടെ ഉണ്ടോ, സ്ലാൻഡഡ് ആയിട്ടുള്ള രണ്ട് ലൈൻ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തതിന് പിന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, അതിൽ ഈ ഫിഗറിൽ എംബഡഡ് ആയിട്ടുള്ള ഫിഗർ ആണെന്ന്. അത് ആക്ച്വലി എംബഡഡ് ആയിട്ടുള്ള ഫിഗർ ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ സിമിലർലി ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ 17 ആണ് തന്നേക്കുന്നത്, ഇവിടെ 293 ആണ് തന്നേക്കുന്നത്. ഇവിടെ 21 ആണ് തന്നേക്കുന്നത്, ഇവിടെ 441 ആണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നമ്പർ, ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ ഇത് തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക് 17ൻ്റെ സ്ക്വയറിൻ്റെ അടുത്തുള്ള നമ്പറാണ് ഈ 293 അല്ലേ. അപ്പോൾ 17ൻ്റെ സ്ക്വയർ എത്രയാണ്, സിക്വൽ 289 ആണ്. അത് +4 ആണല്ലോ നമ്മുടെ ഈ 293 എന്ന് പറയുന്നത്. ഓക്കെ, 17 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 289 ആണ്, അത് പ്ലസ് ഇതാണ് 293 എന്ന് പറഞ്ഞാൽ. അപ്പോൾ സിമിലർ ലോജിക്കാണ് ഇവിടെ വന്നേക്കണേ നോക്കാം. ഇവിടെ 445 ആണ് വന്നേക്കണം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, 21ൻ്റെ സ്ക്വയർ ആണ്, 29ൻ്റെ സ്ക്വയർ +4 ആണ് അല്ലേ, 441 എന്ന് പറയുന്നത്. 21ൻ്റെ സ്ക്വയർ എത്രയാണ്, 21ൻ്റെ സ്ക്വയർ 441 ആണ്, പ്ലസ് അതായത് 21ൻ്റെ സ്ക്വയർ +4 ആണ് 445 അല്ലേ. അപ്പോൾ നമുക്ക് ആ ലോജിക്ക് കിട്ടും, ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഇതെന്തായിരിക്കും, ഇതെന്ന് പറഞ്ഞാൽ ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ +4 ആണ് അല്ലേ. അപ്പോൾ ഈ 484, അപ്പോൾ ഈ 488ൻ്റെ അടുത്തുള്ള സ്ക്വയർ ഏതാണെന്ന് നോക്കാം, പെർഫെക്റ്റ് സ്ക്വയർ ഏതാണെന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ 484 ആണല്ലോ. 484 +4 ആണ് 488. 484 എന്ന് പറഞ്ഞാൽ 22യുടെ സ്ക്വയർ ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഡൈസിൻ്റെ ക്വസ്റ്റ്യനിൽ ഡൈസിൻ്റെ ഡിഫറെൻറ്റ് പൊസിഷൻസ് എന്നുണ്ട്. എന്നിട്ട് ഏതൊരു ലെറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ലെറ്ററാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇതിൻ്റെ ട്രിക്കൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നേരത്തെ സെഷൻസ് കണ്ട പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ലെറ്റർ യുവിന് ഓപ്പോസിറ്റുള്ള ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, യു ഉള്ള ആ ഡൈസ് നോക്കുക, എന്നിട്ട് അതിൻ്റെ യുവിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഫേസസ് നോക്കുക. ഐയും വന്നിട്ട് 9ഉം വന്നിട്ടുണ്ട്. ഓക്കെ, ഐയും 9ഉം ഉള്ള വേറെ ഓപ്ഷൻ നോക്കാം. ഓക്കെ, ഐയും 9ഉം ഉള്ളല്ല, ഐയോ 9ഉം ഉള്ള ഒരു ഓപ്ഷൻ നോക്കാം. അപ്പോൾ അല്ല, പൊസിഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഈ ഫസ്റ്റ് പൊസിഷനിൽ അങ്ങനെയുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ ഈ ഐ ഇല്ലേ, ഐന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എഴുതാം. ഐ കഴിഞ്ഞിട്ട് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ യു ആണ് വന്നത്. യു ക്ലോക്ക് വൈസ് എഴുതപ്പോൾ 9 ആണ് വന്നത്. ഇനി സിമിലർലി ഈ ഒരു ഫിഗറിലും ക്ലോക്ക് വൈസ് സ്റ്റാർട്ടിങ് ഫ്രം ഐ എഴുതാം. ഐ എഴുതി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ, പിന്നെ ഈ ഡയറക്ഷൻ. അപ്പോൾ ഐ കഴിഞ്ഞിട്ട് ഏതാണ്, ഇ ആണ് വന്നത്. ഇ കഴിഞ്ഞിട്ട് ഏതാണ്, എ ആണ് വന്നത്. അപ്പോൾ ഈ ഓർഡറിൽ എഴുതാം, ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ മുകളിൽ താഴെ വന്നേക്കണ ഈ ലെറ്റേഴ്സ് ഇല്ലേ, അതായിരിക്കും ഓപ്പോസിറ്റ് പെയേഴ്സ് ആയിരിക്കും. ആ രണ്ട് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് പെയർ അല്ല, ഓപ്പോസിറ്റ് ഫേസസ് ആയിരിക്കും. യുവിൻ്റെ ഓപ്പോസിറ്റ് ഇ ആണെന്ന് കിട്ടി. അപ്പോൾ ഇതാണ് ട്രിക്ക്. അപ്പോൾ ആ കോമൺ ആയിട്ട് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസസ് നോക്കുക. ആ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് എവിടെയെങ്കിലും കോമൺ ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കുക. വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ക്ലോക്ക് വൈസ് എഴുതാം രണ്ട് കേസിലും. എന്നിട്ട് ഓപ്പോസിറ്റ് വരുന്ന സാധനങ്ങളായിരിക്കും. ക്ലോക്ക് വൈസ് എഴുതി കഴിഞ്ഞാൽ മുകളിലും താഴെ വന്നതായിരിക്കും ഓപ്പോസിറ്റ് ഫേസസ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അഗൈൻ ഒരു നമ്പർ സീരീസ് ആണ്. ഓക്കെ, ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ബൈ ദി എൻഡ് എന്താണ് സംഭവിച്ചത്. 65ൻ്റെ 3 ടൈംസ് ആണ് ഇവിടെ വന്നേക്കുന്ന നമ്പർ അല്ലേ. അപ്പോൾ നമുക്കിതൊരു അറൗണ്ട് 3 ടൈംസ്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ജോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ഇത് തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് നോക്കാം. 65 × 3 ടൈംസ് പറഞ്ഞാൽ 180 അറൗണ്ട് ആണ് അല്ലേ. 65 × 3 എത്രയാണ്, 65 × 3 എന്ന് പറയുമ്പോൾ 180 + 15 195 എന്ന് വരും. അപ്പോൾ 195 - 2 ആണ് 193 എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ നമ്പർ × 3 - 2 ആണ്. ഓക്കെ, സിമിലർലി നമുക്ക് 65 എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഈ നമ്പറിൽ നിന്ന് 31ൻ്റെ 2 ടൈംസിന് അടുത്താണ് അല്ലേ. × 2 മൈനസ് ആണോ, 31 × 2 എന്ന് പറയുമ്പോൾ 62 എന്ന് വരും. 62 + 3 ആണ് എന്ത് 65 എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നേക്കണ ആ ഒരു മൾട്ടിപ്ലൈ ചെയ്യണ ഫാക്ടർ രണ്ട് സ്ഥലത്തും ഡിഫറെൻ്റ് ആണ്. സബ്സ്ട്രാക്ട് ചെയ്യണ ആ കോൺസ്റ്റൻറ്റും ഡിഫറെൻ്റ് ആണ്. പക്ഷേ അത് തമ്മിൽ ഇൻ്റർചേഞ്ച് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലേ. ഇൻ്റർചേഞ്ച് ആയിട്ടിരുന്നേ ഉള്ളൂ ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്ക് അഗെയിൻ 11 എങ്ങനെയാണ് റിലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ 11ൻ്റെ നോക്ക്, 11 × 31 എങ്ങനെ കിട്ടും. 11 × 3 - 2 ആണ്. ഓക്കെ, 33 - 2 ആണ് 31. സിമിലർലി നമുക്ക് 4ൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത് നോക്കാം. 4 × 2 + 3 ആണ്. ഓക്കെ, 11. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എഴുതി കഴിയുമ്പോൾ ആ ഒരു ജോമെട്രിക് സീരീസ് എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു പാറ്റേൺ കിട്ടി അല്ലേ. ഫസ്റ്റ് എങ്ങനെയാണ് വന്നേക്കണം 11 ആയിട്ട് അങ്ങനെ 4 × 2 + 3 ആണ് 11. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 11 × 3 - 2 ആണ്. അപ്പോൾ ഈ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും, 193 കറസ്പോണ്ടിങ് കിട്ടാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കുക. ഇവിടെ എന്ത് വരും, 193 മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ചേഞ്ച് ചെയ്തൊക്കെ എങ്ങനെയാണ് ഓൾട്ടർനേറ്റ് ചെയ്ത് പോകണേ. 2 3 അടുത്തപ്പോൾ എന്തായിരിക്കും 2 ആയിരിക്കും അല്ലേ. പിന്നെ ഈ കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് വന്നേക്കണം, +3 - 2 +3 - 2. അപ്പോൾ ഇവിടെ +3 ആയിരിക്കും വന്നത്. എന്തായിരിക്കും നോക്കിയാൽ മതി. അപ്പോൾ 193 × 2 + 3 ആയിരിക്കും നമ്മുടെ ആൻസർ. അതെങ്ങനെ വരും, ജസ്റ്റ് ലാസ്റ്റ് അടിച്ചിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ലാസ്റ്റ് അടിച്ച് ഇവിടെ വന്നേക്കണം 6 ആണ്. അപ്പോൾ 6 + 3 എന്ന് പറയുമ്പോൾ 9 വരും. 9 വന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക, അത് ഓപ്ഷൻ സി ആണ്. ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണമെന്നില്ല, സെൻസ് എല്ലാ ഓപ്ഷൻസ്. ഓക്കെ, ഇവിടെ നമുക്ക് 9 കിട്ടിയ കാരണം ഫുൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഇത് 193 × 2 എന്ന് പറയുമ്പോഴത്തേക്കും 6 18 1 2 386 വരും. 386 + 3 എന്ന് പറയുമ്പോൾ 389 വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. പക്ഷേ എക്സാമിന് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല, ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ ഏത് ഓർഡറിലാണ് ക്വസ്റ്റ്യൻ, വെരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മറ്റേ ഈ തന്നിരിക്കുന്നത് ഡിക്ഷണറി ഓർഡറിൽ എഴുതാനാണ് പറയണത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിംഗ് ലെറ്റർ മുതൽ നോക്കാം. ഓപ്ഷൻസ് നോക്കുമ്പോൾ എല്ലാ ഓപ്ഷൻസിലും 2 വെച്ചാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ സെക്കൻഡ് ഇത് വെച്ചായിരിക്കും എന്തായാലും സ്റ്റാർട്ടിങ് വന്നത് അല്ലേ. ഇതായിരിക്കും ഡിക്ഷണറിയിൽ ഫസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ ഇത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് ഓപ്ഷൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം 5 ആണോ 4 ആണോ 1 ആണോ വന്നതെന്ന്. അപ്പോൾ നമുക്ക് 5 ഏതാണ്, 5 എന്ന് പറഞ്ഞ വേർഡ് പാർക്കിംഗ് ആണ്. 4 എന്ന് പറഞ്ഞാൽ
പത്തറ്റിക് ആണ്. ഓക്കെ, പാർക്കിംഗ് പത്തറ്റിക്കും കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം വന്നത് ഏതായിരിക്കും? 5. പാർക്കിംഗ് ആയിരിക്കും വന്നത്, കാരണം പി എ കഴിഞ്ഞിട്ട് ഇവിടെ വന്നത് 6 ആണ്, ഇവിടെ ടി ആണ് വന്നേക്കണത്. അപ്പോൾ ഇതല്ലായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ആൻസർ ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. പിന്നെ 1 ആയിട്ട് നോക്കുക. 1-ൽ ഓക്കെ സെക്കൻഡ് ലെറ്റർ 6 ആണ് വന്നേക്കുന്നത്, അത് ഒബ്വിയസ്ലി ആൻസർ അല്ലായിരിക്കും. അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബിറ്റ്വീൻ എ ആൻഡ് സി ആണ് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. എ ആൻഡ് സി ആയിട്ട് നോക്കുമ്പോൾ ഓക്കെ അഗെയിൻ ഈ തേർഡ് എയിൽ തേർഡ് ഓർഡർ, എയുടെ ഓർഡർ അനുസരിച്ച് 4 ആണ് തേർഡ് വന്നത്, ഇവിടെ 1 ആണ് വന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ജസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുക, ഈ 1-ൽ 6 ആണ് വന്നേക്കുന്നത്, ഇവിടെ എ ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഇത് തെറ്റാണ്, ഇതായിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്തത് കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിലെങ്ങനെയാണ് തന്നേക്കണത്? ഒരു വേർഡ് മാപ്പ് ചെയ്തേക്കണത് ഒരു നമ്പറായിട്ടാണ് മാപ്പ് ചെയ്തേക്കണത് അല്ലേ? വെർച്യൂ ഇസ് കോൾഡ് ആസ് 201, ട്രാജഡി ഇസ് കോൾഡ് ആസ് 218. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെർച്യൂ എന്ന് പറഞ്ഞാൽ ആ വേർഡില്ലേ അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസിൻ്റെ സം എടുത്ത് നോക്കുക, എന്നിട്ട് അത് 201 ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ശരിയാവുന്നില്ല. അത് നിങ്ങൾ സ്വയം ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ശരിയാകാത്തപ്പോൾ നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എടുത്ത് നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് റിവേഴ്സ് പ്ലേസ് വാല്യൂ എടുത്ത് നോക്കാം. റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുമ്പോൾ വെർച്യൂയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വി കണ്ടോ, വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. ഐയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. ആറിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 9 ആണ്. റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് നമ്മൾ ആൽഫബറ്റ്സിനെ നമ്പർ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, അതേസമയം തിരിച്ച് സെഡ് നിന്നാണ് നമ്പർ ചെയ്ത് വന്നെങ്കിൽ അത് നമ്മൾ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറയും. ഓക്കെ, അത് ഈ റിവേഴ്സ് പ്ലേസ് വാല്യൂയുടെ പ്ലേസ് വാല്യൂ പെട്ടെന്ന് എഴുതാൻ വേണ്ടി നമ്മൾ ഓരോ ലെറ്ററിൻ്റെയും ഓപ്പോസിറ്റ് പെയർ ഏതാണെന്ന് നോക്കുക, അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതിയാൽ മതി. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ടിയുടെ ഓപ്പോസിറ്റ് പെയർ ഏതാണ്? ജി ആണ്. ജിയുടെ പ്ലേസ് വാല്യൂ 7 ആണ്. യുടെ ഓപ്പോസിറ്റ് പെയർ എഫ് ആണ്. എഫിൻ്റെ പ്ലേസ് വാല്യൂ 6 ആണ്. ഇയുടെ ഓപ്പോസിറ്റ് പെയർ വി ആണ്. വിയുടെ റിവേഴ്സ് പ്ലേസ് വാല്യൂ 22 ആണ്. ഇനി നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ 23, 32, 39, 45, 47. ഓക്കെ, ഇത് സം ചെയ്യുമ്പോൾ നമുക്ക് 67 ആണ് കിട്ടിയത് അല്ലേ? 67 ആണ് കിട്ടിയത്. ഇനി ഇവിടെ നമുക്ക് തന്നേക്കണത് 201 ആണ് തന്നേക്കണത്. അപ്പോൾ 67ഉം 201 റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ 67ൻ്റെ 3 ടൈംസ് അറൗണ്ട് ആണ് അല്ലേ? 3 ടൈംസ് എടുത്ത് നോക്കാം. അപ്പോൾ 67 ഇൻറ്റു 3 ടൈംസ് എഴുതിയപ്പോഴാണ് എന്ത് കിട്ടിയത്? 3 ടൈംസ് പറഞ്ഞാൽ 180 + 21 ആണ്. അത് 201 തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വേർഡിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 3 ടൈംസ് എടുത്താൽ നമുക്ക് ഈ 201 കിട്ടി. അപ്പോൾ ഈ 3 എടുക്കാനുള്ള കാരണം എന്താണെന്നാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ വവൽസിൻ്റെ ഒരു ലോജിക് എപ്പോഴും വവൽസിന് ഒരു എക്സ്ട്രാ ഒരു ബേസിലൊരു ലോജിക് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 എന്ന് പറയുമ്പോൾ ഈ 3 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇവിടുത്തെ വവൽസിൻ്റെ കൗണ്ടാണ്. ഐ ഉണ്ട്, യു ഉണ്ട്, ഇ ഉണ്ട് അല്ലേ? അതാണ് നമ്മൾ ഇതിൻ്റെ 3 ചെയ്തത്. സിമിലർലി ട്രാജഡീനെ നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ ഇൻറ്റു 2 ആണ് 218 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. സിമിലർലി പ്രൊഫൈൻ്റെ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പ്രൊഫൈൻ എന്ന് പറയുന്ന വേർഡിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എഴുതുക, എന്നിട്ട് ഇൻറ്റു മറ്റേ നമ്പർ ഓഫ് വവൽസ്, എത്ര വവൽസ് ഉണ്ട് ആ വേർഡിൽ അതിൽ ചെയ്യുക. റിവേഴ്സ് പ്ലേസ് വാല്യൂ അങ്ങനെ എഴുതും. ഇതിൻ്റെ റിവേഴ്സ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 11. ഓക്കെ, ആഡ് ചെയ്യുക റിവേഴ്സ് പ്ലേസ് വാല്യൂ 20, 32, 33, 53, 59, 79, 82, 92, 94. എത്ര വവൽസ് ഉണ്ട്? 3 വവൽസ് ഉണ്ട്. ഇൻറ്റു 3 ടൈംസ് ചെയ്യുക. 3 ടൈംസ് 114 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 300 + 14 ഇൻറ്റു 3 എന്നാണ് വന്നത്. 14 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 42 ആണ്. അപ്പോൾ 300 + 42 ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് റിവേഴ്സ് പ്ലേസ് വാല്യൂ ചെയ്യുക, ആഡ് ചെയ്യുക, എന്നിട്ട് നമ്പർ ഓഫ് വവൽസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക.
ഓക്കെ, അടുത്തത് എഗെയിൻ ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കാനാണ്. നമ്മൾ ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോൾ ഡിറ്റീരിയോറേറ്റ് എന്ന് പറഞ്ഞാൽ ചീത്തായി പോവുക, നശിച്ചു പോകുക എന്നുള്ളൊരു മീനിങ്. അഡ്വാൻസ്, ഹെഡ് വേ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസ്, ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച്. അതാണ് ഈ ഓപ്ഷൻ ബി സി ഡി എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം സിനോണിംസ്, ഇത് ആൻറ്റണിംസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ എ ആണ്. ഇനി അടുത്ത് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മൾ ജസ്റ്റ് ഈ സെറ്റിൻ്റെ ഈ സെറ്റിൽ ഫോളോ ചെയ്തേക്കണം സെയിം ലോജിക്ക് ഫോളോയിങ് ഏതോ സെറ്റിലാണ് ഫോളോ ചെയ്തേക്കണമെന്നാണ് ചോദിക്കണം. അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മൾ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതെന്ന് പറയുമ്പോൾ 30 × 2 + 1 ആണ്. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ സി ജസ്റ്റ് കമ്പയർ ചെയ്ത് ജസ്റ്റ് നോക്കാം. ഈ പാട്ട് നോക്കണമെന്നില്ല. ഇപ്പോൾ 30 × 2 + 1 ആണല്ലോ 61. സിമിലർലി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 21 × 2 എന്ന് പറയുമ്പോൾ 42 എന്ന് വരും. 42 + 1 45 ആണോ? അല്ല. അപ്പോൾ ഈ ഓപ്ഷൻ അല്ലായിരിക്കും. ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അടുത്ത് നോക്കുമ്പോൾ 35 × 2 എന്ന് പറഞ്ഞാൽ 70 ആണ്. 71 ആണ് വരേണ്ടത്, 72 ഇതുമല്ല. ഇത് 15 × 2 തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഒരു ഓർഡർ, ഈ ഒരു പാറ്റേണിലല്ല വന്നേക്കുന്നത്. ഇനി അഗൈൻ ഇവിടെ നോക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ 45 × 2 എന്ന് പറഞ്ഞാൽ 90 ആണ്, +1 എന്ന് പറഞ്ഞാൽ 91 ആണ്. ഈ ഓപ്ഷൻസിൽ മാത്രമേ അത് വർക്ക് ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് പറയാം. പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം, ഡിയിൽ സെയിം ആയിട്ട് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്കത് കൺഫേം ചെയ്യും അതാണ് ആൻസർ എന്നുള്ളത്. ഇനി അടുത്തത് ഓക്കെ, ലെറ്റർ ക്ലസ്റ്റേഴ്സിൻ്റെ സീരീസ് ആണ്. ഓക്കെ, ഇത് നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ആദ്യമേ നമ്മൾ ജസ്റ്റ് ചേഞ്ച് നോക്കാം. ഈ ക്ലസ്റ്ററിൽ ഓരോ ക്ലസ്റ്റേഴ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റേഴ്സ് ഫസ്റ്റ് കമ്പയർ ചെയ്യുക, പിന്നെ സെക്കൻഡ് ലെറ്റേഴ്സ് കമ്പയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പാറ്റേൺ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഈ ക്ലസ്റ്ററിലെ ഫസ്റ്റ് ലെറ്റർ സി ആണ്, ഇവിടെ ബി ആണ്. അപ്പോൾ ഇവിടെ ചേഞ്ച് ചെയ്തേക്കുന്നത് -1 ആണ്. -1 എന്ന് ഉദ്ദേശിച്ചത് സിന്ന് ലെഫ്റ്റ് ആൽഫബറ്റ് സീരീസിൽ ലെഫ്റ്റിലോട്ടാണ് ഷിഫ്റ്റ് വന്നേക്കുന്നത്, ജസ്റ്റ് ബിഫോറുള്ള സിന് ബിഫോറുള്ള ബി. അത് കഴിഞ്ഞിട്ട് എ ആണ്, എക്ക് ബിഫോറുള്ളതാണ് സെഡ്, സെഡിന് ബിഫോറുള്ള ഏതാണ് വൈ ആണ് അല്ലേ, XYZ എന്നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ ബിയും എയും എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഓപ്ഷൻ സി ആൻഡ് ഡിയിൽ ബിറ്റ്വീൻ നമുക്ക് എവിടെയാണ് ഡിഫറൻസ് വരുന്നത്, സെക്കൻഡിൽ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ലെറ്റർ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. എമ്മും ഓയും ആണ്. എമ്മും ഓം എന്ന് പറയുമ്പോൾ +2 ചേഞ്ച് ആണ് അല്ലേ. സിമിലർലി ഇവിടെ നോക്കാം, ഇവിടെ അഗെയിൻ +2 ആണ്, ഇവിടെയും അഗെയിൻ +2 ആണ്. അപ്പോൾ എസ് കഴിഞ്ഞിട്ട് സെക്കൻഡ് 2 ടൈംസ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഏത് ലെറ്ററിലോട്ട് എത്തും, S+2 എന്ന് പറയുമ്പോൾ 21 യുവിലോട്ട് എത്തും. അതേത് ഓപ്ഷനിലാണ്? ഓപ്ഷൻ സിയിലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തൊരു മാത്സ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അരിത്തമെറ്റിക് പ്രോബ്ലം ആണ്. നമുക്ക് വായിച്ചു നോക്കാം. 7 years from now, Anamika will be as old as Malini was 4 years ago. ഓക്കെ, അനാമികയുടെ പെർസെൻറ്റേജ് എന്ന് എടുക്കാം, മാലിനിയുടെ പെർസെൻറ്റേജ് 4 എന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് 7 years from now, അതായത് 7 വർഷം കഴിഞ്ഞ് അനാമികയുടെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ = മാലിനി വാസ് 4 years ago. 4 വർഷം മുന്നേ മാലിനിയുടെ ഏജ് എന്താണോ അതാണ് 7 years from now അനാമികയുടെ ഏജ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതും, ഇങ്ങനെ എഴുതും. മാലിനിയുടെ പെർസെൻറ്റേജ് ഇത് -4 എന്ന് പറയുമ്പോൾ 4 വർഷം മുന്നുള്ള ഏജ് = അനാമികാസ് ഏജ് 7 years from now. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് അനാമികയുടെയും മാലിനിയുടെയും ഏജ് കിട്ടിയത് അല്ലേ. ഇനി അടുത്ത് ശ്രീനിധി വാസ് ബോൺ 2 years ago എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീനിധിയുടെ പെർസെൻറ്റേജ് എന്തായിരിക്കും? 2 years ആയിരിക്കും അല്ലേ. ഇനി അടുത്ത് പറഞ്ഞാൽ ആവറേജ് ഏജ് ഓഫ് അനാമിക, മാലിനി ആൻഡ് ശ്രീനിധി 10 years from now will be 33. അതായത് 10 വർഷം കഴിയുമ്പോഴത്തേക്കും അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 33 ആണെന്നാണ് പറയുന്നത്. 10 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ 33 ആണെങ്കിൽ ഇപ്പോഴത്തെ ആവറേജ് എന്തായിരിക്കും? 33 - 10 23 ആയിരിക്കും. അതായത് അവരുടെ പ്രസൻറ്റ് ആവറേജ് എന്ന് പറയുമ്പോൾ 23 ആയിരിക്കും. 10 വർഷം കഴിഞ്ഞിട്ട് 33 ഇപ്പോൾ 23. കാരണം ഓരോരുത്തർക്കും 10 വെച്ച് ഇൻക്രീസ് ആവുകയാണല്ലേ. സെയിം ഇൻക്രീസ് ആണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഡിക്രീസ് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് 33 - 10 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 23 എന്ന് കിട്ടി. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജ് 23 ആണ്. ആവറേജ് ഏജ് 23 ആണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ ഏജിൻ്റെ ടോട്ടൽ എത്രയായിരിക്കും? 3 പേരുടെ ആവറേജ് അല്ലേ 23. അപ്പോൾ 3 പേരുടെ ആവറേജ് 23 ആയപ്പോഴത്തേക്കും 3 പേരുടെ ആവറേജ് എന്ന് പറയുമ്പോൾ അനാമികയുടെ പെർസെൻറ്റേജ്, മാലിനിയുടെ പെർസെൻറ്റേജ്, ശ്രീനിധിയുടെ പെർസെൻറ്റേജ് /3 എന്ന് പറഞ്ഞാലാണ് 23. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. A+M+S നമുക്ക് ഡയറക്റ്റായിട്ട് അറിയാം 2 years ആണ് പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ 2 എന്ന് ഡയറക്റ്റായിട്ട് എഴുതാം. 23 × 3 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വന്നത് അല്ലേ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കണമെന്ന് നോക്കാം.
വാട്ട് ഇസ് എ പെർസെൻറ്റേജ് ഓഫ് അനാമിക എന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അനാമികയുടെ പെർസെൻറ്റേജ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടു. അപ്പോൾ അനാമിക എ ഇവിടെ ഉണ്ട്, ശ്രീനിധിയുടെ 2 നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടി. ഇനിയിപ്പോൾ മാലിനീനെ നമുക്ക് അനാമികയുടെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടെ നമുക്ക് ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടല്ലോ, മാലിനിയുടെ അനാമികയുടെ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യും, മാലിനിയുടെ ഏജ് ഇസ് ഈക്വൽ ടു A+7 +4 എന്ന് വരും. അപ്പോൾ A+11 എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മാലിനി ഇസ് ഈക്വൽ ടു A+11 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് ഈ മാലിനിയുടെ A+11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എ മാത്രം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ വരും, A+11 +2 ഈക്വൽ ടു ഇത് പറയുമ്പോൾ 60 + 69 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2A is equal to, ഓക്കെ 2A is equal to ഇത് 33 എന്നല്ല കിട്ടിയത്, സോറി ഇത് 13 എന്നല്ല കിട്ടിയത്. അപ്പോൾ 69 അപ്പോൾ നമുക്ക് ഇവിടെ 69 - 13 എന്ന് വരും. 69 - 13 എന്ന് പറയുമ്പോൾ 56 വരും. അപ്പോൾ എ എന്ന് പറയുമ്പോൾ 56 / 2 എന്ന് വരും. അത് എത്രയാണ്, 27 അല്ലേ. 56 / ഓക്കെ 28, ഓക്കെ 28. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആയിരിക്കും. ഈസി ആയിട്ട് ചെയ്യാം. ഇതിൽ ജസ്റ്റ് സാധാരണ സോൾവ് ചെയ്യാൻ അറിഞ്ഞാൽ മതി. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 56. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അഗെയിൻ ഒരു അനാലജി ക്വസ്റ്റ്യൻ ആണ്. ചിസൽ സ്കൾപ്റ്റർ. ഓക്കെ, സ്കൾപ്റ്റർ യൂസ് ചെയ്യുന്ന ഉപകരണമാണ് ചിസൽ എന്ന് പറഞ്ഞത്. അതായത് കൊത്തി മിനുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ ഉപകരണത്തിനാണ് ചിസൽ എന്ന് പറയുന്നത്. അടുത്തത് ആനുവൽ. അപ്പോൾ ആനുവൽ ആരാണ് യൂസ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർപ്പൻ്റർ ആണോ? അല്ല, കാർപ്പൻ്റർ അല്ല. സർജൻ അല്ല. സർജൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ. അവർ മറ്റേ യൂസ് ചെയ്യണത് മറ്റേ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യണത്. ബുച്ചർ അല്ല. ബുച്ചർ എന്ന് പറഞ്ഞാൽ കശാപ്പുകാരാണ് ബുച്ചർ, അവരും അല്ല. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ബ്ലാക്ക് സ്മിത്തുകളാണ് ആൻവിൽ യൂസ് ചെയ്യണത്. ആൻവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പോലത്തെ ഒരു സാധനമാണ്. മറ്റേ ഈ ഇരുമ്പൊക്കെ പരത്താനായിട്ടൊക്കെ യൂസ് ചെയ്യാനും ഷേപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ആൻവിൽ എന്നുള്ളത്. അത് ബ്ലാക്ക് സ്മിത്തുകളാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻസ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. അപ്പോൾ സിമിലർലി നമുക്ക് നോക്കാം. ആംഗിൾ എന്ന് ഓക്കെ, ആംഗിൾ മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് റേഡിയൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റായി അല്ലേ. റെസിസ്റ്റൻസും അതിനെ മെഷർ ചെയ്യുന്ന യൂണിറ്റും. ഇവിടെ തന്നെയാണ് ആംപിയറും കറൻറ്റുമാണ്. പക്ഷെ ഇവിടെ ഓർഡർ ഡിഫറെൻ്റ് ആണ്. ഇവിടെ കറൻറ്റും ആംപിയർ ആണെങ്കിൽ കറക്റ്റ് ആയിരുന്നു, പക്ഷേ ഇന്നലെ തിരിച്ചാണ്. ഓക്കെ, ഓപ്ഷൻ സി ഫോഴ്സും വാട്ടും. ഓക്കെ, ഇത് തെറ്റാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് അല്ലേ, വാട്ട് ഫോഴ്സിൻ്റെ അല്ലേ, ഫോഴ്സിൻ്റെ ന്യൂട്ടനാണ്. ഇവിടെ അഗെയിൻ നോക്കാം, ജൂളും ഡെൻസിറ്റിയും ജൂളും ആണ്. ജൂൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, എനർജിയുടെ ആണ്, ഡെൻസിറ്റിയുടെ അല്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. ഈ 20th ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫിഗറിൻ്റെ സീരീസാണ് തന്നേക്കണം. ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഇവിടെ ഫോളോ ചെയ്യുന്ന പാറ്റേൺ എന്താണ്, ജസ്റ്റ് നോക്കി തന്നെ മനസ്സിലാവും. ഇവിടെ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഓഫ് ഒരു സീക്വൻസ് ഉണ്ടല്ലോ, നെക്സ്റ്റ് ഫിഗറിൽ അത് താഴോട്ട് പോയി, ഒരു സ്റ്റെപ്പ് താഴോട്ട് പോയി. ഓക്കെ, അവിടെ താഴോട്ട് പോയപ്പോൾ ഈ 3ക്ക് പ്ലേസ് ഒരു ലെറ്റർ വന്നു, എ എന്ന് പറഞ്ഞ ലെറ്റർ വന്നു. അടുത്ത ഫിഗറിൽ നോക്കുമ്പോൾ എഗെയിൻ അത് താഴോട്ട് പോയിട്ടുണ്ട്. ഇതിന് പ്ലേസ് 6 വന്നു. പിന്നെ ഈ എ അവിടെ തന്നെ റിമെയിൻ ചെയ്തു. അതുപോലെ നമ്മൾ എഗെയിൻ കമ്പയർ ചെയ്യുമ്പോൾ ഈ സീക്വൻസ് ഇവിടെ പോയിട്ടുണ്ട്. അത് എന്നിട്ട് ഇവിടെ പുതിയൊരു ലെറ്റർ യു എന്ന് പറഞ്ഞ ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു 1ന് പകരം. സിമിലർലി നമ്മൾ ഇവിടെ നോക്കുമ്പോൾ അത് വീണ്ടും അഗെയിൻ ഒരു സ്റ്റെപ്പ് താഴോട്ട് വന്നു. എന്നിട്ട് ഈ 2ന് പകരം ടി എന്ന് പറഞ്ഞ ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഇവിടെ ബേസിക്കലി സംഭവിക്കുന്നത് ഈ സാധനം ഇങ്ങനെ 1 സ്റ്റെപ്പ് താഴോട്ട് പോകുന്നുണ്ട്, പിന്നെ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തതെന്ന് പറയുമ്പോൾ ഈ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനിലായിരിക്കും അല്ലേ. മാത്രമല്ല അവർ ഓരോ സ്റ്റെപ്പിൽ ഓരോ പൊസിഷനിലോട്ട് പോകുമ്പോൾ അവിടെ പുതിയതായിട്ടൊരു ലെറ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു പാറ്റേൺ അനുസരിച്ച് ഓക്കെ ഈ ഒരു സീക്വൻസ് ഇവിടെ ആയിരിക്കും വന്നത്. അത് എല്ലാ ഓപ്ഷൻസിലും അങ്ങനെയാണ് നോക്കാം. ഓക്കെ, എല്ലാ ഓപ്ഷൻസിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു പുതിയൊരു ലെറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ എല്ലാ ഓപ്ഷൻസും നോക്കാം. ഈ ഓപ്ഷൻ സിയിൽ ഇത് തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റായിരിക്കും. കാരണം നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഓരോ ഇതാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്തായാലും ആൻസർ അല്ല. ഇനി ബിറ്റ്വീൻ എ ബി ഡി നമുക്ക് ചൂസ് ചെയ്യണം. അപ്പോൾ അതിന് ഇനി എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ,
ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഈ പാർട്ട് ഇവിടെ ഓക്കെ, ഇവിടെ ഇത് നോക്കേണ്ട ആവശ്യമില്ല, ഇവിടെയും സെയിം ആണ്. ഈ പാർട്ട് ഇവിടെ ഒരു ഡബ്ല്യു ആണ് വന്നേക്കണം. ബാക്കി ചേഞ്ച് വന്നേക്കണ പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഇവിടെ പി ഒ ആണ് വന്നേക്കണത്, ഇവിടെ ഒ പി ആണ് വന്നേക്കണത്, ഇവിടെ ഒ പി ആണ് വന്നേക്കണത്. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് ചേഞ്ച് വന്നേക്കണത് നോക്കാം. ഓക്കെ, ഇവിടെ ഒ പി ആയിരുന്നു, അടുത്ത ഫിഗറിൽ പി ഒ ആയി മാറി. ഓക്കെ ഓക്കെ, എന്നിട്ട് ഈ പി ഒക്ക് എന്ത് പറ്റും, പി ഒ ഈ ഒരു പോയിന്റിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ പി ഒ എഗെയിൻ ആദ്യം മറ്റേ ഓൾട്ടർനേറ്റ് ചെയ്തു. ഒ പി ആയിരുന്നു ഫസ്റ്റ്, എന്നിട്ട് പി ഒ ആയി, പിന്നെ പി ഒ ചേഞ്ച് ആയി, പിന്നെ ഓൾട്ടർനേറ്റ് ചെയ്തു. അടുത്ത ഫിഗറിൽ മറ്റേ പൊസിഷൻ ഇപ്പോൾ ആദ്യമേ റൈറ്റ് സൈഡിലായിരുന്നു. ഓക്കെ, പിന്നെ ഓൾട്ടർനേറ്റ് ചെയ്തു, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി, പിന്നെ ഓൾട്ടർനേറ്റ് ചെയ്തു, അടുത്ത റൈറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഫിഗറിൽ എവിടെ ആയിരിക്കും, അവിടെ ഓൾട്ടർനേറ്റ് ചെയ്യലായിരിക്കും ചെയ്യുന്നത്, ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെങ്കിൽ. അപ്പോൾ പി ഒ എന്ന് വരും. അപ്പോൾ ഓപ്ഷൻസിൽ നോക്കാം. ഓക്കെ, ഓപ്ഷൻസിൽ ഓപ്ഷൻ എയിൽ മാത്രമാണ് പി ഒ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഒ പി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബിയും ഡിയും തെറ്റായിരിക്കും, സി നേരത്തെ തന്നെ തെറ്റിപ്പോയി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്താൽ മതി. ഇനി എം എൻ്റെ കേസ് നോക്കാം. എം എൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ എം എൻ ഇവിടെ ഉണ്ട്, അടുത്ത ഫിഗറിൽ ഓൾട്ടർനേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള ഫിഗറിൽ റൈറ്റ് സൈഡിലോട്ട് പോയി, പിന്നെ ഓൾട്ടർനേറ്റ് ചെയ്തു, പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി, പിന്നെ എന്തായിരിക്കും ഓൾട്ടർനേറ്റ് ചെയ്യലായിരിക്കും. അപ്പോൾ എൻ എം എന്നായിരിക്കും. അപ്പോൾ ഈ ഓപ്ഷൻസിൽ അത് കറക്റ്റായി വരുന്നുണ്ട്. ഓപ്ഷൻ എയിൽ എൻ എം തന്നെ വരുന്നുണ്ട് അല്ലേ. ഇവിടെ നമുക്ക് എം എൻ ആണ്, അപ്പോൾ ഇത് അഗെയിൻ അവിടെ നമുക്ക് തെറ്റാന്ന് പറയാം. ബിറ്റ്വീൻ ദീസ് ടു ഓപ്ഷൻസ് പിന്നെ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്ഷൻസ് ത്രൂ ചെയ്യണമായിരിക്കും എളുപ്പം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഏത് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ടിങ് ഓഫ് ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാണ് ചെയ്യണത്? ഈ ഒരു ഫിഗർ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ലൈനിന് ഈ വെർട്ടിക്കൽ ലൈനിന് അബൌട്ട് ഈ ഒരു ഫിഗർ സിമെട്രിക് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ പാർട്ടിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈ പാർട്ടിൽ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അത് കൗണ്ടിങ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതിലെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത്രയും പാർട്ട് നമ്മൾ തൽക്കാലം മറന്നോളാം. ഓക്കെ, മറന്നോളൂ. ഇത്രയും പാർട്ടിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. അതിനിപ്പോൾ നമുക്ക് ത്രൂ വെർട്ടെക്സ് നോക്കാം. ഈ വെർട്ടെക്സിന് അബൌട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ട്, ഇങ്ങനെ ഒരു രണ്ട് ലൈൻ ഇങ്ങോട്ട് പോയിട്ടുണ്ട്, ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുക ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. അവിടെ തന്നെ ഈ വെർട്ടെക്സിന് അബൌട്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഉണ്ട്, ഈ ഒരു വലിയ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 1 ആയി, 2 ആയി, പിന്നെ ഈ വലിയ ട്രയാങ്കിൾ 3 ആയി അല്ലേ, ഇവിടെ 3 ഇടാം. സിമിലർലി ഈ വെർട്ടെക്സിന് അബൌട്ട് അഗെയിൻ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ 4 ആയി, പിന്നെ ഈ വലിയ ട്രയാങ്കിൾ 5 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ട്രയാങ്കിൾസ് ഈ വെർട്ടെക്സിന് അബൌട്ട് കിട്ടി അല്ലേ. ഇനി അടുത്ത വെർട്ടെക്സ് നോക്കാം. അപ്പോൾ ഈ വെർട്ടെക്സിന് അബൌട്ട് 5 ട്രയാങ്കിൾസ് കിട്ടി. അതുപോലെ ഈ വെർട്ടെക്സിന് അബൌട്ട് നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തില്ലായിരുന്നു. നമ്മൾ നേരത്തെ കൗണ്ട് ചെയ്തത് ഈ വലിയ ട്രയാങ്കിളും ഈ ട്രയാങ്കിളാണ് കൗണ്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ ട്രയാങ്കിൾ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഈ സൈഡിൽ മൊത്തം 6 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ലൈൻ അബൌട്ട് സിമെട്രിക് ആണ് ഈ ഫിഗറിന്. അപ്പോൾ ഈ സൈഡിലും സിമിലർലി നമുക്ക് 6 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ആയി, 12 ട്രയാങ്കിൾസ് ആയി അല്ലേ. അപ്പോൾ നമുക്ക് 12 ട്രയാങ്കിൾസ് ഈസി ആയിട്ട് കിട്ടിയില്ലേ. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ രണ്ട് സൈഡിലും കോമൺ ആയിട്ട് വല്ല ട്രയാങ്കിൾസ് ഫോം ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോൾ കണ്ടോ, ഈ ഒരു ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിൾ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ കൗണ്ട് ചെയ്തില്ല. കോമൺ ആയിട്ടുള്ള ട്രയാങ്കിൾസ് നമ്മൾ അവസാനമാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടൊരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ എത്രയാണ്, 12 + 1 ട്രയാങ്കിൾ 13 ട്രയാങ്കിൾസ് ആണ് ഇതിൽ കോമൺ ആയിട്ട് വരുന്ന ട്രയാങ്കിൾസ്. അപ്പോൾ അത് ക്ലിയർ ആയില്ലേ, ഓപ്ഷൻ ബി. അഗെയിൻ നിങ്ങൾക്ക് റീചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോമൺ ആയിട്ട് വേറെ നോക്കുക. തൽക്കാലം ഇത് മാത്രമായിട്ട് കോമൺ ആയിട്ട് കാണുള്ളൂ. കോമൺ ആയിട്ടുള്ള ട്രയാങ്കിൾസ് പറഞ്ഞാൽ രണ്ട് ഫിഗറിലും എക്സ്റ്റെൻഡഡ് ആയിട്ടിരിക്കുന്ന ട്രയാങ്കിൾ കണ്ടോ, ഇവിടെയും ഇവിടെ. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്ത വശം നോക്കാം. Okay, in a certain code language, dolphin is written as EPMGHM. How will code will be written? Just a dolphin the word എഴുതാ, താഴെ എൻ്റെ കോഡ് എഴുതാ. ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ലെറ്റർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇവിടെ വന്നേക്കണ +1 ഷിഫ്റ്റ് ആണ് അല്ലേ, DE ആയി. ഡി എന്ന് പറഞ്ഞാൽ 4th ലെറ്റർ, ഇ എന്ന് പറഞ്ഞാൽ 5th ലെറ്റർ. സിമിലർലി ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും വന്നേക്കണ +1 ഷിഫ്റ്റ് ആണ്. ഇവിടെ വന്നേക്കണതോ
സോറി ഇവിടെ ഡി പി എം ആണ്, ഇ പി എം ആണ്, ഇ പി എം. ഓക്കെ, ഇവിടെ വന്നേക്കണ അഗെയിൻ +1 ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് 3 ലെറ്റേഴ്സിൽ +1 ഷിഫ്റ്റ് വന്നു. പിന്നെ 4th ലെറ്റർ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. എച്ച് നോക്ക്, എച്ച് എന്ന് പറയുമ്പോൾ സോറി ഇവിടെ എച്ച് ജി എം, എച്ച് ജി എച്ച്, ഈ ഇതാണ് കോഡ് എഴുതി തെറ്റിപ്പോയതാണ്. പിന്നെ അടുത്ത് നോക്ക്, പിന്നെ വന്ന നെക്സ്റ്റ് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 ലെറ്റേഴ്സ് ആയിട്ടുള്ള പിന്നെ അഗെയിൻ -1 ഷിഫ്റ്റ് ആണ് വന്നേക്കണത്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ അഗെയിൻ -1 ആണ്, ഇവിടെ നോക്കുമ്പോൾ -1 ആണ്. അതായത് ഫസ്റ്റ് 3 ലെറ്റേഴ്സ് +1 ഷിഫ്റ്റും നടുക്കത്തെ ലെറ്റർ അതുപോലെ തന്നെ, പിന്നെ വന്ന നെക്സ്റ്റ് 3 ലെറ്റേഴ്സ് -1 ഷിഫ്റ്റ് ആണ് ഇവിടുത്തെ പാറ്റേൺ വന്നേക്കണത്. സിമിലർ പാറ്റേൺ വന്നേക്കണ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നോക്കുക, കോഡിയൽ എങ്ങനെ വരും? ഫസ്റ്റ് 3 ലെറ്റേഴ്സിന് +1 ഷിഫ്റ്റ്, +1 ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡി പി എസ്. ഓക്കെ, പിന്നത്തത് അതുപോലെ തന്നെ വരും ഡി പി എസ് ഡി. അത്രയും ഏത് ഓപ്ഷൻസിലാണോ ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഡി പി എസ് ഡി ആണ്, ഇവിടെ ഇതല്ല ഓപ്ഷൻ, ഇതല്ല ഓപ്ഷൻ, ഇവിടെ ഡി പി എസ് ഡി ആണ്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എങ്ങനെയായിരുന്നു? നെക്സ്റ്റ് 3 ലെറ്ററിൽ -1 ഷിഫ്റ്റ്, അതായത് ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ്. ഐ എന്ന് പറയുന്നത് നെഗറ്റീവ് ബാക്കിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ എച്ചിലോട്ട് പോകും, 2 എച്ച് ആണ്. ഓക്കെ, പിന്നെ അവന് എ ആണ്, എയുടെ ബാക്കിലോട്ടുള്ളത്. എ ഇതാണെങ്കിൽ ലെഫ്റ്റുള്ളതെന്ന് പറഞ്ഞാൽ Z ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അപ്പോൾ Z എടുക്കുക. പിന്നെ എല്ലിൻ്റെ ബാക്കിലുള്ളത് കെ ആയിട്ട് എടുക്കുക. അപ്പോൾ HZ എന്ന് വരും. അത് ഏത് ഓപ്ഷനിലാണ്? അത് ഓപ്ഷൻ ഡിയിലാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എളുപ്പം ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് മറ്റേ കോഡഡ് ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബേസിക്കലി R8S എന്ന് പറഞ്ഞാൽ R is a father of S. അതായത് 8 എന്ന് പറഞ്ഞ ആ നമ്പർ ഡിനോട്ട് ചെയ്യണത്, അതായത് 8ൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആളെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ആളുടെ ഫാദർ ആണെന്നാണ്. അങ്ങനെയാണ് എല്ലാ റിലേഷൻഷിപ്പ് ഒരു കോഡ് വെച്ച് അവർ റെപ്രസെൻ്റ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൽ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ചോദിച്ചങ്ങനെ എന്താണ്? ഇതാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് ഓപ്ഷൻസിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് എക്സ് ഇസ് എ മദർ ഓഫ് വൈ. എക്സ് ഇസ് എ മദർ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് ഓപ്ഷൻസിൽ തന്നിരിക്കണ ഏത് ഓപ്ഷൻസിലെ റിലേഷനിലാണ് എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ് ഇസ് എ മദർ ഓഫ് വൈ എന്നുള്ള കേസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കത് ത്രൂ ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിന് കുറച്ച് ട്രിക്സ് ഉണ്ട്. അതിൽ എക്സ് ഇസ് എ മദർ ഓഫ് വൈ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ജെൻഡർ എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ആണല്ലോ, ഫീമെയിൽ റൈറ്റ്, ഫീമെയിൽ ആണല്ലോ ജെൻഡർ. അപ്പോൾ നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് എക്സിൻ്റെ ജെൻഡർ ഓരോ തന്നിരിക്കുന്ന കേസിലും ഓരോ തന്നിരിക്കുന്ന ഓപ്ഷൻസിലും എക്സിൻ്റെ ജെൻഡർ എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സിൻ്റെ ജെൻഡർ എന്താണെന്ന് നോക്കാം. ഈ ഒരു കേസിൽ നമുക്ക് X8M എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ജെൻഡർ എന്ത് വരും? 8 എന്ന് പറയുമ്പോൾ R is a father of S എന്നാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നത്? X is a father of M എന്നല്ലേ വന്നത്. എക്സ് ഫാദർ എന്ന് പറയുമ്പോൾ ജെൻഡർ മെയിലാണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് ബി സി ഡി എന്നുള്ള കേസ് നോക്കാം. ബി സി എന്നുള്ള കേസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു പോകാം. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. വൈ എന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ O2Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? R is a wife of Y S എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? O എന്ന് പറഞ്ഞാൽ വൈയുടെ വൈഫായി മാറും. ഓക്കെ, ഇവിടെ ചോദിച്ചാൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. O എന്ന് പറയുന്നത് വൈയുടെ വൈഫാകും. അപ്പോൾ വൈഫ് എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് ആവും, ഇത് പ്ലസ് ആയി. O is a wife of S. അപ്പോൾ O is a wife of Y എന്ന് വന്നു. പിന്നെ അടുത്ത റിലേഷൻഷിപ്പ് M8 എന്ന് പറയുമ്പോൾ 8 എന്ന് പറയുന്നത് R is a father of S. അപ്പോൾ M is a father of O എന്ന് വന്നു. M is a father of O. ഓക്കെ, ഇനി അഗെയിൻ അടുത്ത 2 എന്നാണ് വന്നത്, X2M. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R is a wife of S. അപ്പോൾ X is a wife of M എന്ന് വന്നു. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് മദർ ഇൻ ലോ എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പാണ് വരുന്നത് എക്സും വൈയും തമ്മിലല്ലേ. എക്സ് എന്ന് പറഞ്ഞാൽ മദർ ഇൻ ലോ ഓഫ് വൈ എന്നല്ലേ വരുന്നത്. അപ്പോൾ ഈ ആൻസർ തെറ്റാണ്. പിന്നെ അടുത്ത ഓപ്ഷൻ സി നോക്കാം. ഓപ്ഷൻ സി നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്ക്, ഈ റിലേഷൻഷിപ്പ് അനുസരിച്ച് M is a father of Y എന്ന് വന്നു. ഓക്കെ, അത് M is a father of Y. പിന്നെ X2M എന്ന് പറയുമ്പോൾ X is a wife of M എന്നല്ലേ. ഓക്കെ, അപ്പോൾ X is a wife of M എന്ന് വന്നു. അപ്പോൾ ഈ റിലേഷൻ ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ. എക്സ് എന്ന് പറഞ്ഞാൽ മദർ ഓഫ് വൈ എന്ന് വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത് മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ്റെ ട്രിക്ക് എന്താണ്? മിറർ ഇമേജ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ, അതായത്
മിററിന് അടുത്തുള്ള ഒബ്ജക്റ്റ് ഇമേജിലും മിററിൻ്റെ അടുത്തായിരിക്കും. അതായത് ഇവിടെ ക്യൂ അല്ലേ അടുത്ത്, അപ്പോൾ ക്യൂവിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ ഫസ്റ്റ് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് അപ്പോൾ ഇത് ടി ഇവിടെയും ക്യൂ ഇവിടെ ആയിട്ടാണ് അത്. അതായത് ഇത് ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ഇൻവേർഷൻ നടക്കും, ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് ലെഫ്റ്റ് ഇൻവേർഷൻ നടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇനി ഓപ്ഷൻ സി ജസ്റ്റ് നോക്കിയിട്ട് സർട്ടൻ ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഇവിടെ ടി ഇങ്ങനെ ഇൻവേർട്ടഡ് ആയിട്ടാണ് തന്നേക്കണം. ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബിറ്റ്വീൻ ബി ആൻഡ് സി ആണ് നമ്മൾ പിന്നെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് രണ്ട് കമ്പയർ ചെയ്ത് നോക്കാം. ക്യൂ എ യു ഇവിടെ 7 ആണ് വന്നേക്കണത്, ഇവിടെ ജെ ആണ് വന്നേക്കണത്. അപ്പോൾ അവിടെയാണ് വ്യത്യാസം വന്നത്. അപ്പോൾ ഏതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, മിററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണോ ജെ ഉള്ളത് അത്രയും ഡിസ്റ്റൻസിലായിരിക്കും അതിൻ്റെ ഇമേജ് മിററിൽ നിന്നുള്ളത്. അതായത് അടുത്തുള്ള ഒബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ ഇമേജ് ആയിരിക്കും മിററിന് അടുത്ത് വന്നത്. അപ്പോൾ ഇവിടെ ആദ്യമേ വന്നത് ജെയുടെ മിറർ ഇമേജ് ആയിരിക്കും ആദ്യം വന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും 7ൻ്റെ മിറർ ഇമേജ് വന്നത്. അപ്പോൾ അത് ഏത് ഓപ്ഷനിലാണ് അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഓപ്ഷൻ ബിയിൽ തെറ്റാണ്, ഓപ്ഷൻ സി ആണ്. കണ്ടോ, ഓപ്ഷൻ ജെയുടെ മിറർ ഇമേജ് ഫസ്റ്റ് വരും, അത് കഴിഞ്ഞിട്ടാണ് 7ൻ്റെ മിറർ ഇമേജ് വരുന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും അടുത്തിരിക്കുന്നത് നമ്മുടെ മിററിൻ്റെ. അപ്പോൾ ഈ ഓർഡറിൽ വരുമ്പോൾ ജെ ആയിരിക്കണം ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത 4 letter clusters have been given, out of which 3 are alike in some manner, find the odd one out എന്നാണ്. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് ഇവിടെ എന്താണ് ഇവിടെ വന്നേക്കുന്ന പാറ്റേൺ നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ വന്നേക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റേഴ്സ് നോക്കുമ്പോൾ H 8th ലെറ്റർ ആണ്, J 10th ലെറ്റർ ആണ്. അപ്പോൾ ഇവിടെ +2 ഷിഫ്റ്റ് ആണ് അല്ലേ. ജെയും എമ്മും തമ്മിലോ +3 ഷിഫ്റ്റ് ആണ്. ഇവിടെ ഇത് രണ്ടും നോക്കുമ്പോൾ എഗെയിൻ +3 ഷിഫ്റ്റ് ആണ്. എമ്മും പിയും നോക്കുമ്പോൾ +3 ഷിഫ്റ്റ് ആണ്. അപ്പോൾ സിമിലർലി ഇവിടെ നോക്കാം, ഇവിടെ +2 ഷിഫ്റ്റ് ആണ്. ജിയും 4ഉം 7 എന്ന് പറയുമ്പോൾ +3 ഷിഫ്റ്റ് ആണ്. ഇവിടെ വന്നേക്കുന്നത് ടി ആണ് വന്നേക്കുന്നത്. ടി എന്ന് പറഞ്ഞാൽ ജീൻ്റെ ഓപ്പോസിറ്റ് പെയർ അല്ലേ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നേക്കുന്ന ഓപ്പോസിറ്റ് പെയർ ആണ്. പക്ഷെ ഇവിടെ വന്നേക്കുന്നത് +3 എന്നുള്ള ഫോർമാറ്റാണ് വന്നേക്കുന്നത്. ഇവിടെ എഗെയിൻ നോക്കുമ്പോൾ +2 +3. ഇവിടെ നോക്കുമ്പോൾ എഗെയിൻ കണ്ടോ ഓപ്പോസിറ്റ് പെയർ ആണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ എ ആണ്, അത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ബാക്കി എല്ലാത്തിലും ഇവിടെ നോക്ക് ക്യൂവും ജെയും അല്ലേ വന്നേക്കണം. ലാസ്റ്റ് 2 ലെറ്റേഴ്സിൻ്റെ ഓപ്പോസിറ്റ് പെയർസ് ആണ് വന്നേക്കണം എക്സെപ്റ്റ് ഇൻ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓഡ് വൺ ഔട്ട് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതോടെ നമുക്ക് ഈ ഒരു പേപ്പറിലെ 25 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അത് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരുന്നു, ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ചില പാറ്റേൺസിൻ്റെ കേസ് ഒഴിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതോടെ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം.